അല്പസമയം മുമ്പ് നമ്മൾ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഓണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ദാ വരുന്നുണ്ട്. ആലപ്പുഴ സ്വദേശിയാണ്. നെട്ടൂരിൽ ജോലി ചെയ്യുന്ന ശരത്തിനാണ് ഇത്തവണത്തെ ഓണം ബമ്പർ അടിച്ചിരിക്കുന്നത്. അദ്ദേഹം ടിക്കറ്റുമായി ബാങ്കിൽ എത്തിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. ഇതാണ് ബമ്പർ അടിച്ച ഭാഗ്യവാൻ. വളരെ സന്തോഷമാണ്. ഇതിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെ മൂടി വെക്കാൻ കഴിഞ്ഞു? അങ്ങനെയല്ല, നമ്മളെല്ലാം കൺഫർമേഷനായിട്ട് നോക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഒരു കാര്യങ്ങൾ തീർത്ത് പറയാൻ പറ്റും. സാധാരണ ലോട്ടറി എടുക്കുന്ന ആളാണോ? അല്ല, ഞാൻ ലോട്ടറി എടുക്കാറില്ല സാറേ. എടുക്കാറില്ല. ആദ്യമായിട്ട് എടുത്ത ബമ്പർ. അതെ. ഇത് ഇത്രയും ദിവസം ഈ ഒളിപ്പിച്ചു വെച്ചപ്പോൾ ഒരു ടെൻഷൻ ഇല്ലായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലത് കറക്റ്റ് കൺഫർമേഷൻ ആവേണ്ട സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളതാണല്ലോ ഇത്. അപ്പൊ കൃത്യമായ ഒരു ഇൻഫർമേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരാളോട് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു മാത്രമേ. എങ്ങനെ ഇത് രണ്ടു ദിവസമായിട്ട് ആളുകളെല്ലാം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് ഈ ഭാഗ്യവാൻ. അതോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ പേര് പറയുന്നു, നെട്ടൂരുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ ശരത്തിനൊരു ഉള്ളിലുള്ള ഭാവം ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ഈ നറുക്കെടുപ്പിന്റെ ആ സമയത്ത് ടി വി നോക്കി നിന്നോ? നമ്പർ അതാണ്? ഇല്ല, ഞാൻ ജസ്റ്റ് അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളത് കൺഫർമേഷൻ ആകും. പിന്നെ വീണ്ടും ഇതിൻ്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. അല്ല, ഞാൻ ജസ്റ്റ് ഓഫീസിൽ നിന്ന് നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ വീണ്ടും വീട്ടിൽ പോയിട്ടൊന്നും കൂടി കൺഫേം ചെയ്ത് വെച്ചു. എൻ്റെ ബ്രദറിനോടാ പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷം. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വീട്ടുകാർ മാത്രമാണ് ആദ്യം അറിഞ്ഞത്. അതെ. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ സംസാരിക്കൊണ്ടായിരുന്നു. അതായത് ഇങ്ങനെ അവിടെ വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് കാണിക്കണം എന്നൊക്കെ. അല്ല, ബാങ്ക് ടൈം തുടങ്ങിയതിന് ശേഷം നമുക്ക് പോകാമെന്നുള്ള ഒരു ഇതിലായിരുന്നു സമയത്ത്. ശരത്തിന്റെ വീട്ടിലാരൊക്കെയുള്ള? വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഉണ്ട്, കുട്ടിയുണ്ട്. വൈഫിന്റെ ജോലികളാണ്? വൈഫ് ജോലി ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്നു. ഈ അവിടുന്ന് ഏജന്റ് ശരത്തിനെ തിരിച്ചറിഞ്ഞായിരുന്നോ? ഏജന്റിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. അതെ, ഞാൻ ഒരു 12 വർഷത്തോളമായിട്ട് ഒരു ടിക്കറ്റാണ് എടുത്തത്. ഒരു ടിക്കറ്റ് എടുത്തു. ഓഫീസിൽ ആരോട് പറയാതെ മുങ്ങി? ഓഫീസിൽ ഞാൻ രാവിലെ പോയിരുന്നു. രാവിലെ പോയ കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നു. ഇല്ല, ഓഫീസിൽ നമുക്ക് ആരോടും പറഞ്ഞൊന്നുമില്ല. ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത കാര്യം ബ്രദറിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് 75 ലക്ഷം ടിക്കറ്റാണ് വിറ്റത്. ടിക്കറ്റ് വിറ്റതിലാണ് 70 ലക്ഷത്തിലാണ് ഒരു കേരളത്തില്. അതായത് ഈ അടുത്ത കാലത്തൊന്നും ഈ ഇങ്ങനെയുള്ള ഇത്രയും കൂടുതൽ ടിക്കറ്റ് വിറ്റൊരു ചരിത്രമില്ല. അപ്പോൾ അങ്ങനെ തോന്നുന്നു. അങ്ങനെ വളരെ സന്തോഷം തോന്നുന്നു സാറേ. എന്താണ് ഒരു പ്ലാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് ആലോചിച്ച് ചെയ്യാം എന്നുള്ള വളരെ പക്വമായ ഒരു തീരുമാനമായിരുന്നു. അതായത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത്ര എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുമല്ല, ഇത്രയും ദിവസം മിണ്ടാതിരുന്നു. ഇന്ന് ആരും അറിയാതെ ബാങ്കിൽ വരെ എത്തിയതിനു ശേഷമാണ് ഇത് പുറത്തേക്കൊക്കെ. അല്ല, നമ്മളെല്ലാ കാര്യങ്ങളും കൺഫർമേഷൻ കറക്റ്റ് ആക്കണമെന്ന് ഒരു ഉദ്ദേശത്തിലാണ്. അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ളൊരു ചിന്തയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒന്നും പ്രീ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ശരത്ത് ആദ്യമായിട്ടാണോ ലോട്ടറി എടുക്കുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ട്? അല്ല, ഞാൻ ചെറിയ ടിക്കറ്റുകളൊക്കെ എടുക്കാറുണ്ട്. ചെറിയ ഭാഗ്യക്കുറിയുടെ കാര്യങ്ങളൊക്കെ. ഇതിപ്പോ ബമ്പർ ഞാൻ ഫസ്റ്റ് ടൈം എടുക്കുന്നത്. ബാങ്കുകാർക്ക് വളരെ സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ട്. നേരത്തെ അക്കൗണ്ട് ഉള്ളതാണ്, SBI അക്കൗണ്ട് ഉള്ളതാണ്. ഇല്ല, ഞാനിപ്പോ ഫസ്റ്റ് വരുമ്പോഴാണ് സുനിൽ സാറൊക്കെ അറിയണത്. എല്ലാവരും വന്നപ്പോഴും സാറിന് വളരെ സന്തോഷം, ഹാപ്പി. വൈഫും കുട്ടിയൊക്കെ ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. ജോലി ചെയ്യുന്നില്ല. എത്ര നാളായിട്ട് ശരത്ത് നെട്ടൂരി ജോലി ചെയ്യുന്നു? ഞാൻ 12 വർഷമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. എന്തൊക്കെ പഠിച്ചൊക്കെ? ഞാൻ BCom. അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ജോലി ചെയ്തു. അതെ. സാധാരണ ഈ നെട്ടൂർ ഏജൻസി എടുക്കാൻ കാര്യമില്ല, വഴിക്ക് യാത്ര അവിടെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഷോപ്പുള്ളത്. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചു, ജസ്റ്റ് ക്യാഷായിട്ട് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡ്രീം എല്ലാം നമ്മളിതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചതിന് ശേഷം പ്ലാൻ ചെയ്ത് ചെയ്യാമെന്നുള്ളത്. എങ്ങനെയൊരു പ്ലാനാണ്? അതായത് വീട് വെക്കുക, അങ്ങനെ സാധാരണ പറയുന്ന വീട് ഓൾറെഡി നമ്മുടെ ഉണ്ട്. നമുക്ക് വീടുണ്ട്. അതിൻ്റെ കുറച്ച് കടങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് തീരുമാനിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം എന്നുള്ള ഒരു എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെല്ലാവരും വിളിച്ചു. അതെ, എല്ലാവരും ഇപ്പോഴാണ്. സഹോദരനോട് പറയാണ്ട് വീട്ടിലെല്ലാവരും എൻ്റെ അനിയനാണ്. സന്തോഷം, വളരെ സന്തോഷം. ഒരു വലിയ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടുന്നതല്ലേ, വളരെ സന്തോഷം. അത് നമ്മൾ ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക്
അപ്പോൾ നമ്മൾ ഒരു 3-4 പ്രാവശ്യം എടുത്ത് നോക്കി ഈ ടിക്കറ്റ് അത് തന്നെയാണോ, സീരിയൽ നമ്പർ മാറിയിട്ടുണ്ടോ, എന്തെങ്കിലും വ്യക്തത കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ 2-3 പ്രാവശ്യം നോക്കി ക്ലിയർ ആണ്. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഒരു ലോട്ടറി നമ്പർ വേറെ ലോട്ടറിക്ക് വരില്ലല്ലോ, അപ്പോൾ നമുക്ക് ഉറപ്പാണ്. എന്ത് പറഞ്ഞു ആദ്യം ഇത് അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു? നല്ല കാര്യം, നമുക്കാണോ എന്ന് ചോദിച്ചു. അതെ നമുക്കാണ്, നല്ല കാര്യം. അമിത ആഹ്ലാദമൊന്നുമില്ല, അമിത ആഹ്ലാദമൊന്നുമില്ല ഉണ്ടാവുമല്ലോ, ഓൾറെഡി നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്കാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വളരെ സന്തോഷമുണ്ട്. അത്രേ ഉള്ളൂ. ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? എന്തോ ഇദ്ദേഹം എന്താ ജോലി ചെയ്യുന്നത്? എനിക്ക് 1-2 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് സപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറിയൊരു കടയും ഷോപ്പുണ്ട്, ബേക്കറി ഉണ്ട്. തീർച്ചയായിട്ടും ജോലിക്ക് പോയി സംരംഭങ്ങളെ കുറിച്ച് അങ്ങനെ എന്താ ആലോചിക്കുന്നത്? എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ചതിന് ശേഷം ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഈ കടയിലെ ജോലി തുടരും? അതോടെ തീർച്ചയായിട്ടും. മുതലാളിയെ വിളിച്ച് പറഞ്ഞു. ടിക്കറ്റൊക്കെ ഹാജരാക്കി ബാക്കി കൊടുത്തു. ഈ മറ്റേ ആളുകളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് ചില സാധാരണ സഹായമൊക്കെ ചോദിച്ച് വിളിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആരെയൊക്കെ ഇപ്പോൾ തന്നെ വിളിച്ചോ? ആരും വിളിച്ചിട്ടൊന്നുമില്ല. സാധാരണ അങ്ങനെ വിളിക്കാറൊക്കെ സാധാരണ ഉണ്ട്. ശരി, എന്നാൽ പോകാം. 25 കോടിയുടെ ഓണം ബമ്പറടിച്ച ഭാഗ്യവാൻ ദാ ഈ കാണുന്ന ആളാണ്. ചേർത്തല തൈക്കാട്ടുശ്ശേരി സ്വദേശിയായ ശരത് എസ് നായർക്കാണ് ഇത്തവണത്തെ ഓണം ബമ്പറടിച്ചത്. 25 കോടി രൂപ ഒന്നാം സമ്മാനം. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ടിക്കറ്റുമായി തുറവൂരിലെ SBI ബാങ്കിലെ ആ ശാഖയിൽ എത്തിയിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോടും ആ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അദ്ദേഹം ആരാണ്, എന്താണെന്ന്. കുറച്ച് നാളത്തേക്ക് ഈ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പരൊക്കെ കുറേ നേരം എടുത്തു നോക്കി. ആദ്യമായിട്ടാണ് ബമ്പർ ടിക്കറ്റ് എടുത്തത്. അതിന് തന്നെ അടിക്കുകയും ചെയ്തു. ഭാഗ്യം തേടിയെത്തിയത് ശരത്തിനെയാണ്. ആലപ്പുഴയിലാണ് ഇത്തവണ ഭാഗ്യം വന്നു നിന്നത്.